ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച കാണാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഭാഗത്തോട് കൂടിയാണ് കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പൂജയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് രാവിലത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ശ്രുതി വീണ്ടും നല്ലൊരു കേരള സാർ എടുത്ത് വരുവാണ് പിറ്റേ ദിവസം. അത് കാണുമ്പോൾ അശ്വിൻ വീണ്ടും ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രുതിയാണെങ്കിൽ അശ്വിനെ മൈൻഡ് ചെയ്യുന്നില്ല. ആ സമയത്താണ് ശ്രുതി വീടാകുമ്പോൾ അശ്വിൻ കയറി ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യണത്. അശ്വിൻ്റെ ആ ഒരു മാറ്റം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശിക്കും അതുപോലെ തന്നെ അഞ്ജലിക്കൊക്കെ വല്ലാതെ സന്തോഷം തോന്നുന്നുണ്ട്. അതൊന്നുമല്ല ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ വില്ലനായിട്ടുള്ള ശ്യാമിൻ്റെ എൻട്രിയാണ്. ശ്യാം എന്ന് പറയുന്നത് നമ്മുടെ അഞ്ജലിയുടെ ഭർത്താവാണ് കേട്ടോ. അപ്പോൾ ശ്യാമിന് അഞ്ജലിയുടെ ഭർത്താവെന്നൊരു ബോധവുമില്ല. കാണുന്ന സുന്ദരികളായിട്ട് പെൺകുട്ടികൾക്കൊക്കെ തന്നെ ഇഷ്ടം തോന്നുന്ന ഒരു സ്വഭാവമാണ്. ഇപ്പോൾ ശ്യാമിന് ഇഷ്ടമെന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിനെയാണ്. അങ്ങനെ ശ്യാം ആണെങ്കിൽ വരാമെന്ന് പറയുകയും ചെയ്തു അഞ്ജലി അടുത്ത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എന്തോ ഒരു വേഷപകർച്ചയിൽ പുതുതായിട്ട് എൻട്രി ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ഈ കഥയിലെ വില്ലൻ എന്ന് പറയുന്നത്, വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്രോഡ് വില്ലൻ, അങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ശ്യാമാണ്. പിന്നെ ശ്യാമിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പിന്നീടുള്ള സംഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്കമിങ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം റിവ്യൂ മാത്രമുള്ള ചെയ്യേണ്ടത്, ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാമായിരിക്കും ഓൾറെഡി, എങ്കിലും അറിയാൻ പാടാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് അപ്കമിങ് സീനും കൂടി പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.